ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഇൻഡോർ സീഡ് ഗ്രോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വിൻ്ററിൽ നമ്മൾ സീഡ് ഇൻഡോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പ്രിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഇൻഡോർ സീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി വീഡിയോസ് കാണുകയും ഒത്തിരി വായിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായ കാര്യങ്ങളിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പെപ്പർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പെപ്പർ ആക്ച്വലി നമ്മുടെ പച്ചമുളക് 3 മാസത്തോളം എടുക്കും ഒരു പെർട്ടിക്കുലർ സൈസ് ആവാനായിട്ട്. ആ സൈസ് ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ സ്പ്രിങ് ആകുമ്പോൾ മാർച്ചിൽ നമ്മൾ പുറത്തേക്ക് നടുന്നത്. നമ്മുടെ നമ്മുടെ ഗാർഡൻ ബെഡിലേക്ക് നടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡിസംബറാണ്. അപ്പം ഇൻഡോർ സെറ്റപ്പൊക്കെ പതുക്കെ ആയി വരണേ ഉള്ളൂ. എനിക്ക് ഗ്രീൻ ഹൗസും അങ്ങനത്തെ പരിപാടികളൊന്നും ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ആൻഡ് വിൽ സീ ഹൗ ദാറ്റ് ഗോസ്. അപ്പോൾ ഇന്ന് നമുക്കത് ചെയ്യാം. ഓക്കെ, സീഡ് ഇൻഡോർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രിപ്പറേഷനൊക്കെ ആവശ്യമുണ്ട്. ആദ്യം നമുക്കൊരു സീഡ് മിക്സ്, അപ്പം ഞാനൊരു സീഡ് സ്റ്റാർട്ടിങ് പോട്ടിങ് മിക്സ് വാങ്ങിച്ചു. എന്നിട്ടത് ഇങ്ങനെ ഒരു ബിന്നിൽ വെച്ചു. ഇനി എന്നിട്ട് നന്നായിട്ട് നനച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തേൽ നമ്മൾ സീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു കാര്യം നമുക്ക് വേണ്ടത്, സീഡ് സ്റ്റാർട്ടിങ് മിക്സ്. പിന്നെ പലതരം സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഉണ്ട്. ചില ഗാർഡനേഴ്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊക്കെ എടുക്കും. പക്ഷേ സിൻസ് ഐ എം എ ബിഗിനർ, ഞാൻ സ്റ്റോറിൽ പോയി ഒരു സീഡ് സ്റ്റാർട്ടിങ് മിക്സ് വാങ്ങിച്ചു. പിന്നെ വെർമിക്കുലേറ്റ്, നമ്മുടെ ഇതൊരു തരം മിനറലാണ്. അപ്പോൾ ഇതേപോലത്തെ പോട്ടിൽ അതിൻ്റെ മേളിൽ നമ്മളിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്: സീഡ് സ്റ്റാർട്ടിങ് മിക്സ്, വെർമിക്കുലേറ്റ് ആൻഡ് ദെൻ നമ്മുടെ വേം കാസ്റ്റിംഗ്. അപ്പോൾ ഇത് സീഡ് നമ്മുടെ സീഡ് സ്റ്റാർട്ടിങ് മിക്സിലേക്ക് വേം കാസ്റ്റിംഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സോക്ക് ചെയ്ത് റെഡിയാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഏത് തരം പെപ്പറാണ് ഗ്രോ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കി. അപ്പം ഞാനൊരു 12 തരം പെപ്പർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനേലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ സീസണിൽ ഇപ്പോൾ നമുക്ക് ഈ ബാച്ചിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ച ഓരോ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലതരം വെറൈറ്റി നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ എല്ലാത്തിൻ്റെയും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. ആൻഡ് ദെൻ സംടൈംസ് സം വെറൈറ്റീസ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ പിടിക്കില്ല. അപ്പോൾ സോ വിൽ ഹാവ് ടു സീ വിച്ച് വൺ നന്നായിട്ട് ഇവിടെ പിടിക്കുമെന്ന് നോക്കണം. അപ്പോൾ ഇത് സ്വീറ്റ് പെപ്പറിൻ്റെ വെറൈറ്റി ഞാൻ എടുക്കുന്നത് പൊഴപ്പോ ബ്യൂട്ടി, പിന്നെ കാബനലോ, പിന്നെ ഹംഗേറിയൻ വാക്സ്, ലൈലാക് ബെൽ, പിമെൻറ്റോ, റെഡ് ചെറി. അപ്പോൾ ഇത്രയാണ് സ്വീറ്റ് പെപ്പറിൻ്റെ വെറൈറ്റി. സ്വീറ്റ് ബെൽ പെപ്പറിൻ്റെ 2 വെറൈറ്റി ഞാൻ എടുത്തിട്ടുണ്ട്: കാലിഫോർണിയ വണ്ടറും ഗോൾഡൻ കാലിഫോർണിയ വണ്ടറും. പിന്നെ ഒരു ഹോട്ട് ചില്ലി പെപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്, പെപ്പറോൺസിനി എന്ന് പറഞ്ഞത്. പിന്നെ മൈൽഡ് ചില്ലി പെപ്പർ 3 എണ്ണം എന്ന് വെച്ചാൽ നേരിയ എരിവുള്ളത്. അപ്പോൾ ഇത് ഒരെണ്ണം ഹോട്ട് ചില്ലിയാണ്, പിന്നെ 3 മൈൽഡ് ചില്ലി പെപ്പറാണ്. പബ്ലാനോ എന്ന് പറഞ്ഞ വെറൈറ്റി, അനഹം എന്ന് പറഞ്ഞ വെറൈറ്റി, ആൻഡ് ജോയി പാർക്കർ എന്ന് പറഞ്ഞ വെറൈറ്റി. സോ വിൽ സീ ഏതൊക്കെയാണ് നമ്മളിവിടെ പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 മാസമാണ് ഇത് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വിൽ സീ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ മിക്സൊക്കെ റെഡിയാക്കി, പിന്നെ ഏത് വെറൈറ്റി ആണെന്ന് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ, ഞാനിതെല്ലാം റീയൂസ് ചെയ്യുവാണ്. ഞാനത് പുതിയത് വാങ്ങിച്ചതൊന്നുമല്ല. നമ്മുടെ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോട്ട്സ് കഴുകി നന്നായിട്ട് എടുത്തിട്ട് ഇതിന്മേൽ ഞാൻ പേരെഴുതി വെച്ചു. ആൻഡ് ദെൻ ഐ ഹാഡ് വാട്ടർ ഗ്ലാസ്സസ്. അപ്പോൾ അതിലും ഞാൻ പേരെഴുതി. വാട്ടർ ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഹോളില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ
ബോട്ടത്തിൽ ഹോളാക്കി വെച്ചു. സോ ഇങ്ങനെ നമുക്ക് ഒരു കണ്ടെയ്നേഴ്സ് വേണം നമ്മുടെ ഇത് നടാനായിട്ട്. പിന്നെ ബോട്ടം ട്രേ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. സോ ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഞാനിതിവിടെ ഈ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. നമ്മുടെ ഇങ്ങനെ സീഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ഈ സോയിലിൽ ഹോളിടാനായിട്ടുള്ള, അത് കൈവച്ച് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. സോ ദീസ് ആർ ദ ഐറ്റംസ് ഫോർ പ്രിപ്പറേഷൻ. അപ്പോൾ ഇത് ഇത്രയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങ് സീഡ് ഗ്രോ ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഫേസ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ പോട്ട്സിലും നമ്മുടെ സീഡ് മിക്സ് നിറയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വലുതിൽ വെച്ച് കഴിഞ്ഞാൽ 3 മാസം ഗ്രോ ചെയ്യാനുള്ളത് ഇതിൽ കിട്ടും. 2 എണ്ണം വെച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ പോട്ട്സിലും നമുക്ക് നിറയ്ക്കാം. നമ്മൾ ഇതേപോലെ ഈ പോട്ടിൽ എല്ലാത്തിലും ഇങ്ങനെ നിറച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ സീഡ് നടും. ഇപ്പോൾ 2 എണ്ണമാണ് ഓരോന്നത്തിൽ നടുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ഇങ്ങനെ ഒരു ടിപ്പ് ഉണ്ടാക്കി കൊടുക്കാം. സോ ദാറ്റ് വി ക്യാൻ, അല്ലെങ്കിൽ കൈവച്ച് ചെയ്താലും മതി, വലിയ ഫാൻസി ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളിതിൽ സ്വീറ്റ് പർപ്പിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ പർപ്പിൾ ബ്യൂട്ടി വെറൈറ്റി നമുക്ക് നടാം. ഇപ്പോൾ 2 എണ്ണം മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇട്ടിട്ട് മൂടിക്കൊടുക്കും. അതേപോലെ തന്നെ വേറൊരു ഇതിട്ടിട്ട് നമ്മളിങ്ങനെ സോയിലിട്ട് ഇങ്ങനെ മൂടി പതുക്കെ കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഓരോ വെറൈറ്റി നമുക്ക് നടാം. ഇനി അടുത്തത് സ്വീറ്റ് ഹംഗേറിയൻ വാക്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇനി നമ്മൾ നടാൻ പോകുന്നത് സ്വീറ്റ് പെപ്പർ ലൈലാക്ക് ബെൽ എന്ന് പറഞ്ഞതാണ്. ഇതേപോലെ ലൈലാക്ക് കളറാവും എന്ന് പറയണത്. നമ്മളെല്ലാ നമ്മുടെ സീഡിങ് പോട്ടിലും ഇങ്ങനെ സീഡ് ഇട്ടു. എന്നിട്ട് ഇങ്ങനെ ഒരു ട്രേയിൽ വെച്ചു. ട്രേയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സീഡ് കിടപ്പുണ്ട്. അപ്പോൾ സീഡിലേക്ക് കുറച്ച് അതിങ്ങനെ ഒന്ന് താഴത്തേക്ക് സോയിലിട്ട് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് മൂടുക. അപ്പം എല്ലാ സീഡും നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്കിലൊക്കെ 2 സീഡാണ്. ഈ കുഞ്ഞ് ചെറിയ ഇതിൽ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. സോ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എനഫ് സ്പേസ്. അപ്പോൾ നമ്മളിങ്ങനെ സോയിലിട്ട് മൂടിക്കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെർമിക്കുലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കും. പന്ത്രണ്ട് വെറൈറ്റിയാണ് ഇന്ന് നട്ടത് പെപ്പറിൻ്റെ. സോ നമ്മുടെ ട്രേയിൽ ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഈ ട്രേയുടെ താഴെ ഇതിന് ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ട്രേയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും.
ലെവൽഡ് പൊസിഷനിലായിരിക്കണം ട്രെയിൽ വെള്ളം ഒഴിക്കുമ്പോൾ, ബിക്കോസ് അല്ലെങ്കിൽ എല്ലാ പോട്ടിനും ഒരേപോലെ വെള്ളം കിട്ടില്ല. സോ അപ്പോൾ നമ്മുടെ ട്രെയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് 1/4 വെള്ളം വേണം എന്നാണ് പറയുന്നത്. അധികം സോക്കാവുകയും ചെയ്യരുത്. ദിസ് ഇസ് ഗുഡ്. പെപ്പറിനെ ഗ്രോ ചെയ്യാനായിട്ട് 70 ഡിഗ്രി ഫാരൻഹൈറ്റ് വേണം എന്നാണ് പറയുന്നത്. സോ നമ്മളിങ്ങനെ ട്രെയിൽ വെള്ളം നിറച്ച് വയ്ക്കും. സോ ദിസ് ഇസ് അവർ സീഡ് സ്റ്റാർട്ടിങ് ഇൻഡോർ. ആദ്യത്തെ സംരംഭം അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് സമാപിച്ചു. അപ്പോൾ ഇതിൻ്റെ ജെർമിനേറ്റ് ചെയ്യാനുള്ള ഡേയ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ I'll show you the update. Okay? That's for today. Bye.